അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മളെല്ലാവരും ഡെയിലി ഫോൺ യൂസ് ചെയ്യുന്നവരാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര ആപ്ലിക്കേഷനുകളിൽ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ ആക്സസ് എനാബിൾ ചെയ്തിട്ടുണ്ട്? അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര ആപ്ലിക്കേഷനുകളിൽ, എത്ര ആപ്പുകളിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു കൊടുക്കാൻ വേണ്ടി അക്സെപ്റ്റ് ആണെന്നുള്ള ബട്ടൺ അതിൻ്റെ മേലെയുള്ള ഒന്നും വായിക്കാതെ നമ്മൾ എനാബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എൻ്റെ വിഷയം സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വിചിത്രമായ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരും കൂടുതൽ കണക്റ്റഡ് ആവാ എന്നുള്ളതിലേക്ക് ചിന്തിക്കുമ്പോൾ അതിലുപരി കൂടുതൽ എക്സ്പ്ലോസ്ഡ് ആകുന്ന ഒരവസ്ഥയിലൂടെയാണ്, നമ്മളുടെ ഡാറ്റയും മറ്റൊക്കെ എക്സ്പ്ലോസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദൈനംദിന ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈരുദ്ധ്യത്തിലാണ് ഈ വിഷയത്തിനെ കുറിച്ച്, സ്വകാര്യത എന്ന വിഷയത്തെക്കുറിച്ച്, ഡിജിറ്റൽ ലോകത്തെ സ്വകാര്യത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത്. 1948 ഐക്യരാഷ്ട്രസഭ അവരുടെ ആർട്ടിക്കിൾ 12 അവർ ലളിതമായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ സ്വകാര്യ ജീവിതത്തിലെ അവൻ്റെ വീട്ടകങ്ങളിലേക്കോ അവൻ്റെ കത്തിടപാടിലേക്കോ അനാവശ്യമായി ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് ഈ ആർട്ടിക്കിൾ 12 എഴുതി ചേർത്ത ഒരാളും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, അവൻ സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മളുടെ ഡാറ്റകളും മറ്റുമൊക്കെ ടെക് കമ്പനികൾ വിൽക്കപ്പെടുന്നു. സർക്കാർ നമ്മുടെ ഡാറ്റയെയും നമ്മുടെ ഡാറ്റകളെ അവർ വീക്ഷിക്കുന്നു. ഹാക്കർമാർ നമ്മളുടെ ഡാറ്റയെ ചുഴഞ്ഞന്വേഷിച്ച് അവരുടേതായ യൂസിന് നമ്മളുടെ ഡാറ്റയിലേക്ക് കടന്നു കയറിയിട്ട് നമ്മളുടെ ബന്ധങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ, ഈ ഓരോ നിക്കലിലും ഓരോ എനാബിൾ ചെയ്യലിലൂടെയും ഓരോ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യലിലൂടെയും നമ്മളുടെ ഓരോ ചലനങ്ങളെയും നമ്മൾ ഓരോ നീക്കുപോക്കുകളിലെയും നമ്മൾ എവിടെയൊക്കെ സന്ദർശിക്കുന്നുണ്ടോ, നമ്മൾ ആരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ, എല്ലാം കണക്റ്റഡായ നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഓരോ ഡാറ്റകളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റ് എന്തോ ഡാറ്റ എന്തെന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഓരോ മനുഷ്യന്റെയും അവൻ്റെ അന്തസ്സിനെയും അവൻ്റെ സ്വകാര്യ ജീവിതത്തെയും എത്രമാത്രം വില കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ അടിസ്ഥാന നിയമങ്ങളായ ദീൻ സംരക്ഷണം, കുടുംബ സംരക്ഷണം, ബുദ്ധി സംരക്ഷണം, ജീവൻ സംരക്ഷണം, സ്വത്ത് സംരക്ഷണം എന്നിവയോട് കൂടെ തന്നെ അവൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ അന്തസ്സുകൾ നിലനിർത്തുക എന്നുള്ളതും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എത്രമാത്രം നമ്മളുടെ ഈ അന്തസ്സിനെ എത്രമാത്രം വില കൽപ്പിക്കും നമുക്ക് കാണാൻ കഴിയും. ഖുർആന്റെ 500-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അവൻ്റെതായ വീടുകളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ, അവൻ്റെ അനുവാദമില്ലാതെ കയറി ചെല്ലുകയാണെങ്കിൽ, സലാം പറഞ്ഞിട്ടില്ലാതെ കയറി ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുത്തനും മറ്റൊരുത്തന്റെ സ്വകാര്യതയിലേക്ക് അവന്റെ അവകാശമില്ലാതെ കയറി ചെല്ലരുത് എന്ന് മാത്രമാണ് ഇവിടെ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും തജസ്സുസ് അതായത് മറ്റൊരു ചാരപ്പണി നടത്ത, അതുപോലെ നബീബത്ത് ഈബത്ത് പോലെ മറ്റൊരുത്തനെ കുറിച്ച് കുറ്റം പറയാ എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് ഡിജിറ്റലി ഇതിനെ കൊണ്ടുവരികയാണെങ്കിൽ ഓരോ ഗ്രൂപ്പുകളിൽ നടക്കുന്നത് മറ്റൊരുത്തനെ കുറ്റം പറയാം. അതായത് ഡിജിറ്റലി ഈബത്തായി.
അതിലേക്ക് ചാരപ്പണി നടത്തുന്നു, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഫോട്ടോ അവന്റെ യാതൊരു സ്വകാര്യതയെയും വില കൽപ്പിക്കാതെ ഷെയർ ചെയ്യുന്നു. അതോടെ അവൻ അതിക്രമിക്കലായി. ഇങ്ങനെ ഈ ഡിജിറ്റൽ ലോകത്ത് ഒരിക്കലും നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയില്ല, ജീവിക്കാതെ പിന്മാറാൻ കഴിയില്ല. നമ്മൾ അതിനെയൊക്കെ കണ്ടുകൊണ്ട്, നമ്മൾ അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ലതായ ജീവിതം, നല്ല ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.